അത് കേൾക്കുന്ന ചെറുപ്പക്കാരി, അന്യപെണ്ണിന്റെ മുഖത്തേക്ക് നോക്കരുത് എന്ന് പറഞ്ഞപ്പം വല്ലാത്ത വിഷമമല്ലേ? മൊബൈലിൽ നീ ഇൻസ്റ്റഗ്രാമിലെ പെണ്ണിനെ ഫോളോ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ, നീ ഫേസ്ബുക്കിൽ കയറിയിട്ട് അന്യപെണ്ണിനെ ഫോളോ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ, അവരെ ചാറ്റ് ചെയ്തിട്ട് സമയം കളരുത് എന്ന് പറഞ്ഞപ്പോ, അള്ള വിരോധിച്ച അത്തരം കാര്യങ്ങളെ കുറിച്ച് ഉസ്താദുമാര് പറഞ്ഞു തന്നപ്പോ വല്ലാത്ത വിഷമമല്ലേ? ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന ഞങ്ങളോട് ഇതൊക്കെ പറയാൻ പറ്റുമോ മുസ്ലിയാരെ എന്ന് തോന്നിപ്പോയി അല്ലേ? നമ്മളെ ഈമാനിന്റെ കുറവാണ്, നമ്മളെ ഈമാനിന്റെ കുറവാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഈമാനുള്ള വിശ്വാസികള് നമ്മളോട് ആരെയും കഴുത്തിൽ കത്തി വെക്കാനല്ലല്ലോ പറഞ്ഞത്, നമ്മളോട് ആരെയും നമ്മളെ കൊല്ലാൻ ആരെയും ഏൽപ്പിച്ചു എന്നല്ലല്ലോ പറഞ്ഞത്. അല്ലാ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. അതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി ആരുമില്ലാത്ത പ്രദേശത്ത് മരുഭൂമിയിൽ കിണറ്റിലിട്ടതുപോലെ കിണറിലേക്ക് താഴ്ത്തിയിട്ട് കിടക്കവിടെ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നോട്. മറിച്ചോ എന്നോട് നിന്നോട് പറഞ്ഞത് എന്താണ്? മറ്റുള്ളവന്റെ ഭാര്യനെ നോക്കി സുഖിക്കുന്നവനാകരുത് നീ, മറ്റുള്ളവന്റെ ഭാര്യന്റെ മുഖത്തേക്ക് നോക്കി ആസ്വദിക്കുന്നവനാകരുത് നീ, മറ്റുള്ളവന്റെ പെങ്ങന്മാരെ നോക്കി ആസ്വദിക്കുന്നവനാകരുത് നീ. നിന്റെ പെങ്ങളെ നോക്കുന്നത് നീ ഇഷ്ടപ്പെടില്ലല്ലോ, നിന്റെ ഭാര്യനെ വേറൊരാള് നോക്കുന്നത് നീ താല്പര്യപ്പെടില്ലല്ലോ, നിന്റെ ഭാര്യനെ അതേ മനസ്സിൽ എന്തെങ്കിലും വെച്ചിട്ട് സംസാരിക്കുന്നത് വേറൊരാള് സംസാരിക്കുന്നത് നീ താല്പര്യപ്പെടില്ലല്ലോ. അതുപോലെ ഒരാളും സംസാരിക്കരുത്, ഒരു പെണ്ണിനോടും അത്തരം ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ സല്ലപിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് സഹിക്കുന്നില്ല അല്ലേ? ഉമ്മമാരെ, നിങ്ങളെ ശരീരം മറച്ച് ജീവിക്കുന്നവരാകണം, നിങ്ങളെ ശരീരം മറക്കുന്നവരാകണം, അന്യപുരുഷന്റെ കണ്ണ് തെറ്റിക്കുന്നവരാകരുത് എന്ന് പറഞ്ഞപ്പോ അത് സഹിക്കാൻ പറ്റുന്നില്ല. അന്യപുരുഷനാണോ നോക്കൽ അനുവദനീയമല്ല, അന്യ പെണ്ണാണോ അന്യ പെണ്ണിന് തിരിച്ചു നോക്കൽ അനുവദനീയമല്ല. അന്യപുരുഷന്റെ മുഖത്തേക്ക് നോക്കുന്നതിന്റെ വിധി ഹറാമാണ്, നോക്കൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അയാളെ നോക്കിയാ ഒന്നും തോന്നൂല മുസ്ലിയാരെ, അയാൾ വലിയ തങ്ങളാണ്, അയാൾ വലിയ മുസ്ലിയാരാണ്, എന്ത് പേര് പറഞ്ഞാലും അനുവദനീയമല്ല. തോന്നലുണ്ടോന്ന് നോക്കിയിട്ടല്ല അനുവദിച്ചു കൊടുക്കല്, തോന്നലുണ്ടോന്ന് നോക്കിയിട്ടല്ല ഹറാമും ഹലാലും തീരുമാനിക്കല്. അന്യ പെണ്ണാണോ നോക്കൽ ഹറാമ് തന്നെയേ, അന്യപുരുഷനാണോ നോക്കൽ ഹറാമ് തന്നെയേ. ഇരിക്കട്ടെ, വയല് പറയുന്ന മുസ്ലിയാരാണെങ്കിൽ സലാം പറയാൻ പറ്റുമോ മുസ്ലിയാരെ? പറ്റൂല. അന്യപുരുഷനാണോ? അല്ലെ, വയല് പറയുന്ന മുസ്ലിയാരോടാണെങ്കിലും പെണ്ണ് അങ്ങോട്ട് പറയുന്ന സലാം ഹറാമാണ് കേട്ടോ, സംശയിക്കേണ്ടതില്ല. വയല് പറയുന്ന മുസ്ലിയാരാണ്, ഏത് മുസ്ലിയാരാകട്ടെ ഖാദിയാരാകട്ടെ, അന്യപുരുഷനോട് അങ്ങോട്ട് പറയുന്ന സലാം ഉമ്മമാരെ പച്ച ഹറാമാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ മകൻ പേരോട് മുഹമ്മദ് അസരി ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമാണ് നിങ്ങൾ കേട്ടത്. സ്ത്രീകളോട് സംസാരിക്കുന്നത്, സ്ത്രീകളെ കാണുന്നത്, അത് തങ്ങളായാലും ഉസ്താദായാലും ആരായാലും ആവശ്യമില്ലാതെ അത്യാവശ്യ ഘട്ടത്തിൽ ഡോക്ടറുകളെ കാണേണ്ടി വരും, ഡോക്ടർമാരെ കാണേണ്ടി വരും. അത്യാവശ്യ ഘട്ടത്തിൽ സ്ത്രീ ഡോക്ടർ ഇല്ലെങ്കിൽ കാണേണ്ടി വരും. എമർജൻസിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല. അനാവശ്യമായി സ്ത്രീകളോട് സംസാരിക്കാൻ പ്രയത്നിക്കുന്നത്, സ്ത്രീകളെ കൂട്ടി ഉംറ ടൂറ്, അതുപോലെ സിയാറത്ത് ടൂറ് ഇങ്ങനെ പോകുന്നത്, മജ്ലിസിൻ്റെ പേരിൽ സ്ത്രീകളെ കൂട്ടി, സ്ത്രീയും പുരുഷന്മാരും എല്ലാം കൂട്ടിയും കൊണ്ട് ഇവർ ചെയ്യുന്ന മജ്ലിസുകൾ, ഇതിനെപ്പറ്റിയാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. സ്ത്രീകളെ കാണുന്നതും സംസാരിക്കുന്നതും എല്ലാം ഹറാമാണ്. ഇവരുടെ കൂടെ പോകാൻ തയ്യാറാണ് സ്ത്രീകൾ. ടൂറിന് വിളിച്ചാൽ വളരെ സന്തോഷമാണ്. വീട്ടിൽ എന്ത് സംഭവിച്ചാലും അതവർക്ക് അതിനൊരു പ്രശ്നമേ അല്ല. ഉസ്താദ് വിളിച്ചാൽ പെട്ടെന്ന് റെഡിയായി ഒരു ഉംറ ടൂർ, അതല്ലെങ്കിൽ സിയാറത്ത് ടൂർ. മജ്ലിസാണെങ്കിലോ അതിൻ്റെ ഡേറ്റ് നോക്കിയും കൊണ്ട് അത്ര
അച്ചടി പോലെ ആ സമയത്ത് എത്താൻ തയ്യാറാണ് സ്ത്രീകൾ. ഒരുപാട് നൂറെ ഹബീബെ മജ്ലിസ്, അതുപോലെ ബാവ മജ്ലിസ്. നിങ്ങൾക്ക് ഇപ്പോൾ ബാവ മജ്ലിസ് കാണിക്കാം. ഇത് പ്രധാന സമസ്തയുടെ ഒരു സമസ്തയിൽപ്പെട്ട ആളാണ് ബാവ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ബാവ ഉസ്താദ്. ഭയങ്കര കടുപ്പമുള്ള മജ്ലിസാണ്. അവിടെ ഭയങ്കര ഒരു ദുആകളും അതുപോലെ ദുന്യവിയായ എല്ലാ കാര്യങ്ങളും അവിടെ ചോദിച്ചത് കൊണ്ട് കിട്ടുന്നതാണ്, ലഭിക്കുന്നതാണ് എന്ന് കരുതി അവിടെ ലക്ഷങ്ങളോളം ആൾക്കാരും അതുപോലെയുള്ള കാശെല്ലാം അവിടെ ഇട്ടും കൊണ്ട് അവിടെ പ്രാർത്ഥിച്ച് ദുആ ചെയ്ത് നേടിയെടുക്കുന്നതാണ് ദുന്യവിയായ കാര്യം. ദുന്യവിയായ കാര്യത്തിന് എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച ഇബാദത്തുകൾ, പ്രധാനമായ ഫർളായ കാര്യങ്ങൾ ചെയ്താൽ ധാരാളം മതി. അത് ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും, സുന്നത്ത് ചെയ്യാൻ പാടില്ല എന്നല്ല, പ്രധാനമായി ചെയ്യേണ്ട കാര്യം അതാണ്. അതിനാണ് മുൻതൂക്കം. അതല്ലാതെ ഒരുപാട് അനാവശ്യങ്ങൾ നമുക്ക് എന്തോ കിട്ടാൻ വേണ്ടി ദുനിയാവിൽ കിട്ടുന്നതെല്ലാം ആ മജ്ലിസിൽ പോയത് കൊണ്ടാണ്, ആ മഖ്ബറയുടെ അടുത്ത് പോയത് കൊണ്ടാണ്, ബാവ മജ്ലിസിൻ്റെ ഉസ്താദ് ദുആ ചെയ്തത് കൊണ്ടാണ് എന്ന് വിശ്വസിച്ചാൽ വെറുതെ ആയി. നിങ്ങൾക്കുള്ള ദുനിയാവ് നല്ല രീതിയിൽ കഴിഞ്ഞു പോകുമെങ്കിലും ആഖിറം കഷ്ടമാണ് സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവിടെ ജനിപ്പിച്ചു, ഈ ദുനിയാവിലേക്ക് പടച്ചു. എല്ലാ കാര്യങ്ങളും, എല്ലാ സെറ്റപ്പുകളും, എല്ലാ ജോലികളും, എല്ലാ ബർക്കത്തുകളും ഇവിടെ ഉണ്ട്. അതിനെ നേടിയെടുക്കണമെന്നേ ഉള്ളൂ. അല്ലാഹു തആല പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യണം. ചെയ്തില്ലെങ്കിലും തരുന്നവനാണ് റഹ്മാനും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തെടുത്തവർക്കും ഭയപ്പെട്ടവർക്കും ഭയപ്പെടാത്തവർക്കും അല്ലാഹു തആല ഈ ദുനിയാവിൽ നല്ല രീതിയിൽ അല്ലാഹു തആല അവരവർക്ക് കൽപ്പിച്ച രീതിയിൽ അവൻ നമ്മളെ സംരക്ഷിക്കും. നീ എവിടെ പോയാലും പോയില്ലെങ്കിലും, ഇബാദത്തെടുത്താലും എടുത്തില്ലെങ്കിലും, നിൻ്റെ ഇബാദത്ത് ഫർളായ കാര്യം, സുന്നത്തായ കാര്യം, ഇതെല്ലാം ഇബാദത്തുകൾ നമുക്ക് പരലോകത്തേക്കുള്ളതാണ്. ഇവിടെ ഒന്നും ചെയ്യാത്തവനും അള്ളാഹുവിനെ തന്നെ കുറ്റം പറയുന്നവനും നിരീശ്വരവാദിയും യുക്തിവാദിയും പല സംഘടനയിൽ ഉൾപ്പെട്ടവരും അതുപോലെ സലഫികളാകട്ടെ, ആകട്ടെ, AP ആകട്ടെ, ആരാണെങ്കിലും നീ എവിടെ പോയില്ലെങ്കിലും നിൻ്റെ ദുനിയവിയായ കാര്യം അത് നല്ല രീതിയിൽ കഴിഞ്ഞു പോകും. നല്ല രീതിയിൽ അല്ലെങ്കിൽ നിനക്ക് അല്ലാഹു തആല കൽപ്പിച്ചത് അത്ര മാത്രമാണ്. നീ അവിടെ പോയി ദുആ ചെയ്താലും കിട്ടുന്നത് അത് മാത്രമാണ്. പിന്നെ നിൻ്റെ കയ്യിലുള്ള കാശ് അവിടെ കൊടുത്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഒന്നും നിങ്ങൾക്ക് ദുനിയാവിയായ കാര്യത്തിൽ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് പോയാലും പോയില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നു. നിങ്ങളെ അത് അവിടെ വിശ്വസിപ്പിച്ച് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാം കൂട്ടിയും കൊണ്ട് അവിടുത്തെ കാര്യത്തിൽ സംസാരിക്കുന്നതേ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേട്ടാൽ, അത് ഞാൻ കാണിക്കുന്നില്ല, കേട്ടാൽ ഭയങ്കര ഒരു അപായമുള്ളതാണ്, ഡേഞ്ചറാണ്. നിങ്ങൾ ബാവ മജ്ലിസ് എന്ന് ഇട്ട് നിങ്ങൾ അതിനെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അദ്ദേഹത്തിൻ്റെ ദുആകൾ ഭയങ്കര കഠിനപ്പെട്ട ദുആകളാണ്. അവിടുത്തെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും വിമർശിച്ചാൽ വല്ലാത്തവർ ഇടങ്ങേറുണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതുമാകട്ടെ നമുക്ക് പറയാതെ നിർവാഹമില്ല. തെറ്റായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു രീതി. അതാണ്, തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും, നല്ലതിനെ നല്ലതാണെന്ന് കാണിക്കും. അതാണ് എനിക്ക് കാണിക്കാനും പറഞ്ഞത് കേൾപ്പിക്കാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് അസ്ഹരി ഉസ്താദിൻ്റെ പ്രസംഗം വളരെ ഇഷ്ടമായി. ഇനിയിപ്പോൾ നിങ്ങൾ കാണേണ്ടത് ആ ബാവ മജ്ലിസാണ്. അവിടെ ചേർന്നതായിരിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ കാണുക, ഏത് രീതിയിലാണ് അവിടെ ചെയ്യുന്നത് എന്നത് കണ്ട് മനസ്സിലാക്കി നമുക്ക് ഇത് വേണോ വേണ്ടയോ. പോയില്ലെങ്കിൽ അദ്ദേഹം പട്ടിണിയാവില്ല, ഒരുപാട് സമ്പാദിച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണ് പോകാനേ പാടില്ല എന്നല്ല, നിങ്ങളുടെ വിശ്വാസമാണ്. എങ്കിലും ദുന്യവിയായ കാര്യമാണ് അവിടെ ഒരുപാട് ചോദിക്കുന്നത്. നല്ലപോലെ ചിന്തിക്കണം സഹോദരന്മാരെ. ദുന്യവിയായ കാര്യമാണ്. ഒരു ജോലിയുമില്ലാത്തവർ പോകുന്നതാണോ അതോ ജോലി വിട്ടുപോകുന്നതാണോ ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയാണ്. എത്ര ആൾക്കാരാണ്. ഇതുകൊണ്ട് ആർക്കാണ് പ്രയോജനം?
പ്രയോജനം അവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, മിച്ചം വെച്ചത് അദ്ദേഹം അകത്തേക്ക് കൊണ്ടുപോയി അവിടെ പൂട്ടിവെക്കുന്നു. അത്രയേ ഉള്ളൂ. ആർക്കും ഒരു പ്രയോജനമില്ലാത്ത ഒരു കാര്യമാണ്. ഇതിനെ പറയുമ്പോൾ പറയാതെ നിർവാഹമില്ല. നിങ്ങൾ അവസാനം ആ ഒരു മജ്‌ലിസ് കണ്ട് സന്തോഷിച്ച് പോവുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഭക്ഷണം എല്ലാവർക്കും ഉണ്ട് കേട്ടാ, എല്ലാവർക്കും ഉണ്ട് ഫുഡ്, എല്ലാവർക്കും ഉണ്ട്. ഇത്രയും നേരം തന്നെയല്ലേ, 10 മിനിറ്റ് കൂടെ ഉണ്ടാവും. ഇപ്പൊ വേളം വെക്കണം. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. മാറിക്കോളൂ, വാങ്ങിച്ചൊരു മാറിക്കോളൂ.